ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡ് മദ്രസയുടെയും കീഴിലുള്ള ഉലൂമുദ്ദീൻ 2ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാദിസ് അഷ്റ 16ാമത്തെ പാഠം അൽ മുഅ്മിനു ലാ യക്ദിബു, വിശ്വാസി കളവ് പറയില്ല. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇറാനിലെ ജീലാൻ ഗ്രാമത്തിലാണ് ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. എവിടെയാണ് ഷെയ്ഖ് ജീലാനി ജനിച്ചത്? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ്. ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ് ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പോൾ തിരിച്ചും ചോദ്യം വരും, എന്ത്? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ് ജനിച്ചത്. ആര്? ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു എന്നവർ. മനസ്സിലാക്കണ. ചെറുപ്പത്തിലെ ഉപ്പ അബൂ സാലിഹ് വഫാത്തായി. ഉമ്മ ഫാത്തിമയാണ് പിന്നീട് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത്. അപ്പോൾ ജീലാനിയുടെ ഉപ്പ അബൂ സാലിഹ്, ഉമ്മ ഫാത്തിമ. അറിവ് നേടാൻ മഹാൻ ബാഗ്ദാദിലേക്ക് പോകാൻ ഒരുങ്ങി. അറിവ് പഠിക്കാൻ ഷെയ്ഖ് ജീലാനി എവിടേക്കാണ് പോയത്? ബാഗ്ദാദിലേക്കാണ് പോയത്. ബാഗ്ദാദ്. കച്ചവടക്കാരുടെ കൂടെയാണ് യാത്ര. ഷെയ്ഖ് ജീലാനി അറിവ് പഠിക്കാൻ ആരുടെ കൂടെയാണ് യാത്ര പോകുന്നത്? കച്ചവടക്കാരുടെ കൂടെയാണ് ബാഗ്ദാദിലേക്ക് യാത്ര പോകുന്നത്. പുറപ്പെടുമ്പോൾ ഉമ്മ മകനെ വിളിച്ച് ചെലവിനുള്ള പണം കോട്ടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു. യാത്ര പുറപ്പെടുമ്പോൾ ഉമ്മ, ഷെയ്ഖ് ജീലാനിയുടെ ഉമ്മ ചിലവിനുള്ള പണം കോട്ടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, കളവ് പറയരുത്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. എന്താണ് ഷെയ്ഖ് ജീലാനിയുടെ ഉമ്മ മകനോട് പറഞ്ഞത്? മോനെ, കളവ് പറയരുത്. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. ആരോട് പറഞ്ഞതാണെന്ന് വെച്ചാലോ? ഷെയ്ഖ് ജീലാനിയുടെ ഉമ്മ ഷെയ്ഖ് ജീലാനിയോട് പറഞ്ഞതാണ്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് വഴിയിൽ അവരെ ഒരു കൊള്ള സംഘം ആക്രമിച്ചു. ഒരു കൊള്ളക്കാരൻ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിന്റെ അടുത്ത് എന്താണുള്ളത്? ജീലാനിയോട് ചോദിച്ചു, നിന്റെ അടുത്ത് എന്താ ഉള്ളത് എന്ന് ഒരു കൊള്ളക്കാരൻ ചോദിച്ചു. 40 സ്വർണ്ണ നാണയങ്ങൾ. ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 40 സ്വർണ്ണ നാണയങ്ങൾ. ഷെയ്ഖ് ജീലാനിയുടെ ഉമ്മ കോട്ടിൻ്റെ ഉള്ളിൽ തുന്നി വെച്ച് കൊടുത്തത് എത്ര സ്വർണ്ണ നാണയങ്ങളാണ്? 40 സ്വർണ്ണ നാണയങ്ങളാണ്. ഷെയ്ഖ് ജീലാനി കൊള്ളക്കാരോട് സത്യം പറഞ്ഞു, എൻ്റെ കൈവശം 40 സ്വർണ്ണ നാണയങ്ങളുണ്ട് എന്ന് ജീലാനി കൊള്ളക്കാരോട് സത്യം പറഞ്ഞു. കൊള്ളക്കാർ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്താണ് സത്യം പറയാൻ കാരണം? കൊള്ളക്കാര് ജീലാനിയോട് ചോദിച്ചു, നീ എന്താണ് സത്യം പറയാൻ കാരണം? അപ്പം മഹാൻ പറഞ്ഞു, സത്യവിശ്വാസികൾ കളവ് പറയില്ല. സത്യവിശ്വാസികൾ കളവ് പറയില്ല എന്ന് മഹാൻ കൊള്ളക്കാരോട് പറഞ്ഞു. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തി. അവർ തൗബ ചെയ്ത് നല്ലവരായി തീർന്നു. അപ്പോൾ ജീലാനിയുടെ സത്യസന്ധത കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തി, അവരെ നല്ലവരാക്കി. അവർ തൗബ ചെയ്തു, നല്ലവരായി, കൊള്ളൊക്കെ അവസാനിപ്പിച്ചു നല്ല ആളുകളായി തീർന്നു. അപ്പോൾ കൊള്ളക്കാരെ നല്ലവരാക്കി. എന്തായിരുന്നു? ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധതയാണ് കൊള്ളക്കാരെ നല്ലവരാക്കിയത്. കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തി എന്ത്? ജീലാനിയുടെ സത്യസന്ധത. ഇപ്പോൾ മനസ്സിലാക്കട്ടോ. കുലിൽ ഹക്ക വലൗ കാന മുറ. കുലിൽ ഹക്ക വലൗ കാന മുറ. കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക. കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക. താഴെ നക്രവും അനഫമൊക്കെ വായിച്ച് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ആദ്യം തന്നെ നുൻഷിൽ ജുംല വാക്യം നിർമ്മിക്കണം. മോനെ എന്ന് വെച്ചിട്ട് നമുക്കൊരു വാക്യം നിർമ്മിക്കണം. നമ്മൾ പാഠത്തിൽ എന്താണ് പഠിച്ചത്? മോനെ കളവ് പറയരുത്. മോനെ കളവ് പറയരുത്. അതേതാ? അടുത്തതോ വിശ്വാസി. എന്തേതാ? അവിടെ തന്നെ ഉണ്ട്, സത്യവിശ്വാസി ഒരിക്കലും
കളവ് പറയില്ല. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. അടുത്തത് സത്യം. എന്താണ് സത്യം വെച്ചിട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? ഇവിടെ എന്താണ് സത്യം പറയാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് ജീലാനി സത്യം പറയാൻ കാരണമെന്ത്, അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അവിടെ ജീലാനി സത്യം പറഞ്ഞു. ജീലാനി റളിയല്ലാഹു അൻഹു സത്യം പറഞ്ഞു. കൊള്ളക്കാരോട് സത്യം പറഞ്ഞു എന്നൊക്കെ എഴുതാം. അപ്പോൾ അവിടെ കൊള്ളക്കാർ അത്ഭുതപ്പെട്ടു എന്നുണ്ട്, കൊള്ളക്കാർ അത്ഭുതപ്പെട്ടു എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൊള്ളക്കാരോട് സത്യം പറഞ്ഞു. അങ്ങനെയൊക്കെ നമുക്ക് ഇവിടുന്ന് വേർഡ്സ് ചേർത്ത് എഴുതാം. മനസ്സിലാക്കട്ടോ. അടുത്തത് എന്താണ്? കളവ്. എന്താണ്? കളവ് പറയരുത്. ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയില്ല, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. അപ്പോൾ ഇവിടെ മോനെ കളവ് പറയരുത് ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ആ കളവ് എന്നുള്ള വേർഡ്സ് അതിൽ ഉണ്ടായാൽ മതി. കളവ് പറയാൻ പാടില്ല എന്നൊക്കെ എഴുതാം. യാത്ര. കച്ചവടക്കാരുടെ കൂടെയാണ് യാത്ര. മഹാൻ ബാഗ്ദാദിലേക്ക് യാത്ര പോവാൻ ഒരുങ്ങി. അങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. മനസ്സിലാക്കിയിട്ട് എഴുതട്ടാ. അടുത്ത നമ്മൾ നുൻഷുൽ കലിമത്താണ്. ള് എന്ന അക്ഷരം ചേർന്നിട്ടുള്ള ഒരു വാക്ക് എഴുതണം. ള് വെച്ചിട്ട് എന്താണ് നമ്മൾ എഴുതുക? ഇവിടെ നമ്മൾ പറഞ്ഞു ഉൾഭാഗത്ത്, ഉൾഭാഗത്തിൽ ള് ഉണ്ട്. അതുപോലെ അക്രമികൾ, കൾ അവസാനത്തിൽ വരുന്നു, അക്രമികൾ. അതുപോലെ എഴുതാം ഉൾഭാഗത്ത്, അക്ഷരം വന്നാൽ മതി. അടുത്തത് ക്ര. ക്ര എന്താണ്? ആക്രമിച്ചു. ക്ര ആക്രമിച്ചു. അടുത്തത് ന്ത. ന്ത സത്യസന്ധത. സത്യസന്ധത. അപ്പോൾ അതിൽ ന്ത സത്യസന്ധത. അടുത്തത് സ്വ. സ്വ എന്താണ്? സ്വർണ്ണ നാണയങ്ങൾ. സ്വ സ്വർണ്ണ നാണയങ്ങൾ. അപ്പം അത് അവിടെയൊക്കെ എഴുതാം. അടുത്തത് എന്താണ്? ഗ്ര. ഗ്ര ഗ്രാമത്തിലാണ്. ഗ്രാമം എന്നൊക്കെ ആക്കിയിട്ട് അത് എഴുതാം, ഗ്രാമം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? അപ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്കിവിടെ എഴുതിയിട്ടാൽ പോരേന്ന്. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി വെക്കുകയാണ് നല്ലത്. അതെന്താ വെച്ചാൽ ചില കുട്ടികൾ എഴുതുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് എഴുതിയത് വായിക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ചിലവർ എഴുത്ത് അവർക്ക് തന്നെ വായിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കൊക്കെ എന്താ നല്ലത്? പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെച്ച് നോക്കി പഠിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാഠബുക്കിൽ അടയാളപ്പെടുത്തി കാണിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നിങ്ങൾ തെറ്റില്ലാതെ എഴുതുക. ഓക്കെ. അപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എവിടെയാണ് ജനിച്ചത്? നമ്മൾ പാഠം വായിക്കുമ്പോൾ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടോ, നമ്പറൊക്കെ ഇട്ടുക. ഇല്ല, ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ് ഷെയ്ഖ് മുഹിദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അടുത്ത രണ്ടാമത്തത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുയുടെ ഉപ്പയുടെ പേര് എന്തായിരുന്നു? അബൂ സോലിഹ്. അബൂ സോലിഹാണ് ഉപ്പയുടെ പേര്. അപ്പോൾ ഉപ്പ അബൂ സോലിഹ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമ്പർ ഇട്ട് കേട്ടോ. അടുത്തതാ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ആരാണ്? ഉമ്മ ആരായിരുന്നു? ഉമ്മ ഫാത്തിമ. ഉമ്മ ഫാത്തിമയാണ് മൂന്നാമത്തത് കേട്ടോ. 3. നാലാമത്തെ ചോദ്യം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ എന്താണ് പറഞ്ഞത്? ഉമ്മ എന്താ പറഞ്ഞത്? മോനെ കളവ് പറയരുത്, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. നാലാമത്തെ ചോദ്യവും നമ്പറും കേട്ടോ. മോനെ കളവ് പറയരുത്, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. അടുത്തത് കൊള്ളക്കാർ അത്ഭുതപ്പെടാൻ കാരണമെന്ത്? എന്തായിരുന്നു കൊള്ളക്കാർ അത്ഭുതപ്പെടാൻ കാരണം? ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധതയാണ്. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കൊള്ളക്കാരെ അത്ഭുതപ്പെടുത്തിയപ്പോൾ 5 നമുക്കവിടെ നമ്പർ ഇടാം. അടുത്തതാ കൊള്ളക്കാർ നല്ലവരായി തീരാൻ കാരണം എന്ത്? നല്ലവരായി തീരാൻ കാരണം എന്തായിരുന്നു? നമ്മൾ മുകളിൽ എഴുതിയ ആൻസർ തന്നെയാണ്, ജീലാനിയുടെ സത്യസന്ധത കണ്ടാണ്. അപ്പോൾ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കണ്ടാണ് കൊള്ളക്കാർ നല്ലവരായത്. അപ്പോൾ 6ൻ്റെ ആൻസറും അതന്നെ എഴുതി വെക്കട്ടോ.
അടുത്തത് നംലൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിച്ചെടുക്കണം. ഇറാനിലെ ഡാഷ് ഗ്രാമത്തിലാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത്. എവിടെയാണ്? ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ്. ഇറാനിലെ ജീലാനി ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെ ജീലാനി എന്നത് നോക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് എഴുതാം. നമ്മൾ പാടത്ത് ഫസ്റ്റ് തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് നോക്കുക. അടുത്തതാ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഡാഷ് കൊള്ളക്കാരുടെ മനസ്സ് മാറ്റി. എന്തായിരുന്നു? സത്യസന്ധത. സത്യസന്ധത കൊള്ളക്കാരുടെ മനസ്സ് മാറ്റി. ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധത കൊള്ളക്കാരുടെ മനസ്സ് മാറ്റി. അടുത്തതാ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ ഡാഷ് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? 40 സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അതവിടെയൊക്കെ എഴുതട്ടാ. അടുത്തത് സത്യവിശ്വാസി ഡാഷ് പറയില്ല. എന്താണ്? സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. അടുത്തത് ജീലാനി റളിയല്ലാഹു അൻഹു ഡാഷിൻ. ജീലാനി റളിയല്ലാഹു അൻഹു നേടാൻ ബഗ്ദാദിലേക്ക് പോയി. എന്ത് നേടാനായിരുന്നു? അറിവ് നേടാൻ. അറിവ് നേടാൻ എന്ന് അത് അവിടെയൊക്കെ എഴുതട്ടോ. അപ്പോൾ എത്രയാണ് നമുക്ക് 16ാമത്തെ പാഠമായ അൽ മുഅ്മിനു ലാ യക്ദിബു എന്ന ഈ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, പാഠഭാഗം നോക്കിയിട്ട് എഴുതുക, വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.